Hi friends, welcome to Golden House in Malayalam. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല ഒരു ചേമ്പിൻ തണ്ട് വെച്ചിട്ട് നാടൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കർക്കിടക മാസം ഈ തോരൻ കഴിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ അടുക്കള കൃഷിയിൽ വെച്ചിട്ടുള്ള ചേമ്പിൻ തണ്ട് കുറച്ച് എടുക്കുക, തോരൻ വെക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തോരനായിരിക്കാം. പക്ഷേ ഓരോരോ ആൾക്കാർ ഓരോരോ രീതിയിലായിരിക്കും വെക്കുന്നത്. ഇത് പിന്നെ ഇപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നുണ്ട്, ഇപ്പോഴാണ് തുടക്കക്കാരെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഞാൻ എങ്ങനെ വെക്കാം, ഞാൻ ഇതേ തന്നെ കുറേ രീതിയിൽ വെക്കാറുണ്ട്. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചേമ്പിൻ തണ്ട് എടുക്കാം. നമ്മൾ അടുക്കള കൃഷിയിലുള്ള ചേമ്പിൻ തണ്ട് കുറച്ച് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മുറിച്ച് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയില്ലേ, തളിരില, അതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇലയിലും കൂടി ചേർത്തിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് മുറിച്ചാലും പ്രശ്നമില്ല, അതിൽ തന്നെ നിന്നിട്ട് പിന്നെയും അത് വന്നോളും. മൂത്ത തണ്ട് എടുക്കണ്ട, കുറച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇളം തണ്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ചൊറിച്ചൽ കുറവുണ്ടാവും. ഈ ചേമ്പിൽ ചൊറിച്ചൽ ഒട്ടുമില്ല. ചൊറിച്ചലുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനത് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചേമ്പ് കാഴ്ചകൾ കണ്ടിട്ട് വരാം നമ്മളെ അടുക്കള കൃഷിയിലുള്ളത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചെടുത്തിൻ്റെ ബാക്കിയെല്ലാം ഉള്ളതാണ്. അതിപ്പോൾ തന്നെ വളർന്നു വന്നതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചേമ്പ് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നല്ല വലിയ ഇലകളും വലിയ തണ്ടായിട്ടാണ് വന്നത്. ഈ വർഷം എന്തോ ചെറിയ തണ്ടായിട്ടുണ്ട്. വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാഞ്ഞിട്ടായിരിക്കാം. പിന്നെ കുറച്ച് കാന്താരി മുളക് ഞാൻ പറിക്കുന്നുണ്ട് ഈ തോരനായിട്ട്. നിങ്ങൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആയെങ്കിലും മതിയാവും. നമുക്കിപ്പോൾ കാന്താരി മുളകാകുമ്പോൾ അത് നല്ല കുറച്ചും കൂടി സ്വാദ് കിട്ടുമല്ലോ. ഇത് നിറച്ചും കാച്ച് പിടിച്ച് തീർന്ന ഒരു മുളക് തൈയാണ് കാന്താരിൻ്റെ. അതാണ് ചെറിയ ചെറിയ മുളകായി പോയത്. ലാസ്റ്റ് സ്റ്റേജ് വരെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എൻ്റെ അടുത്ത് ഒരു 5-6 തൈ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള തൈയിൽ ഞാൻ ഇങ്ങോട്ട് അത്ര വരാറില്ല. നമ്മൾ അടുത്തുള്ളതിലെല്ലാം വേഗം കൈ പോവുക. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് കൊണ്ട് ഞാൻ ഇതും കൂടി പറിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല മണമുള്ള ഒരു കറിവേപ്പിലയാണ്. ഇത് ഫുള്ളും പോയതാണ് ആ കറിവേപ്പില. പിന്നെയും അത് നല്ല എല്ലാം എത്ര നോക്കിയിട്ട് പിന്നെ വന്ന ഒരു തൈയാണ്. ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് ആവശ്യമുണ്ട്. എനിക്കും വേറെ ഒരാൾക്കും എൻ്റെ ഫ്രണ്ടിനും കൊടുക്കാനായിട്ടാണ് ഞാൻ കുറച്ചും കൂടി പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ളത് ഞാൻ ലേശം പറിച്ചെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് വെച്ച് കഴിക്കാൻ നോക്കുക. കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ തോരൻ കഴിക്കാൻ പറ്റും. നല്ലോണം കഴുകിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ട് പിന്നെയും ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ തന്നെ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് ചെത്തിയെടുക്കാം. തൊലിയെല്ലാം മുഴുവനായിട്ട് എടുത്തിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളാംശം ഉണ്ടാവും, അത് ഫുള്ളും നല്ലോണം വാർത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട്. അല്ലെങ്കിൽ വെള്ളാംശം കുറയുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാചകത്തിന് തുടക്കക്കാരായെങ്കിൽ നിങ്ങൾ ഫുള്ളും തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ കട്ടാക്കാൻ തുടങ്ങുക. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെ എനിക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കും. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കുഞ്ഞായിട്ട് മുറിക്കുമല്ലോ, കൊത്തി അരിയുമ്പോൾ ഞാൻ അതിൻ്റെ ആ തൊലിയും എടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ബിഗിനേഴ്സ് ആയതുകൊണ്ട് ബിഗിനേഴ്സ് ആയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങളിങ്ങനെ ഫുള്ള് തൊലിയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി കഴുകി പിന്നെ നിങ്ങൾക്ക് കട്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം. കൂടുതലായിട്ട് ഈ കർക്കിടക മാസം സ്പെഷ്യൽ എന്നും കൂടി പറയാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഒരുവിധം എല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് തൊലിയെല്ലാം. ഇപ്പോൾ നല്ലോണം ചെറിയതായിട്ട് ഞാൻ കൊത്തി എടുക്കുന്നില്ല, കുറച്ചും കൂടി വലിയ പീസായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് നമുക്ക് വേവിക്കുമ്പോൾ ചുരുങ്ങി വരും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചട്ടി നിറയെ വെച്ചെങ്കിൽ പകുതി ചട്ടിയേ വരുള്ളൂ. അത്രയും നല്ലോണം ക്വാണ്ടിറ്റി ചുരുങ്ങി വരും. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിന് വേണം ഇതിൻ്റെ തണ്ടി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത്ര വലുപ്പത്തിലാണ് എല്ലാം മുറിച്ച് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലോണം കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. പക്ഷേ ഇങ്ങനെയാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഓരോരോ ദിവസം ഓരോ രീതിയായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ കൊത്തി അരിയുമ്പോൾ ഈ സൈഡ് കുറച്ച് തൊലി ഉള്ളതുപോലെ കാണുമല്ലോ. അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ
ഇത് നല്ല മൂത്ത തണ്ടൊന്നുമില്ല, ഇളം തണ്ടായതുകൊണ്ട് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ കുറച്ചും കൂടി ഉള്ളതും നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഫുള്ളും എടുത്ത് തൊലിയെല്ലാം മാറ്റിയിട്ട് പിന്നെ കട്ടാക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ എല്ലാം കട്ടാക്കാം. തണ്ടെല്ലാം കട്ടാക്കി കളഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇല, അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതും കൂടി കാണിക്കുന്നത്. അതിന് നടുക്ക കൂടെ ഇങ്ങനെ ചെറിയ തണ്ട് ഉണ്ടാവും. അതും കൂടി നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇല മാത്രം വെച്ചിട്ട് നമുക്ക് കറി വെക്കാം, തോരനായിട്ടും വെക്കാം, ചാറ് വെക്കാം, എല്ലാം കുറേ രീതിയിൽ ഇത് തണ്ടും ഇലയൊക്കെ നമുക്ക് കറി വെക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് എടുക്കുന്നത് കൊണ്ട് ഞാനിത് എല്ലാം മുറിച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ ഇലയും നല്ല കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അത് മാത്രം കറി വെച്ച് ഒരു പ്രാവശ്യം നോക്കുക. പിന്നെ ഇതിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് തേങ്ങായും ഇടാം. തേങ്ങ ഇട്ടിട്ട് നല്ലോണം കുറച്ച് ഞെരടിയിട്ട് വെക്കാം. പിന്നെ വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ പിന്നെയാണ് ചേർക്കുന്നത്, ഇപ്പോഴും ചേർക്കാറുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്ന സമയത്തും ചേർക്കാവുന്നതാണ്. ഓർമ്മ വെച്ചാൽ മാത്രം മതിയാവും. ഇപ്പം ചേർത്തിട്ട് പിന്നെയും ചേർത്തെങ്കിൽ പിന്നെ ഉപ്പ് കൂടി പോകും, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നല്ലോണം ഇങ്ങനെ ഞെരടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പിൽ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത് ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 3/4 സ്പൂണോ ചേർക്കാം. അത് ചൂടായി വരുമ്പോൾ കടുക് ഇടാം. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ടാൽ മതിയാവും. എണ്ണ ചൂടായിട്ട് വേണം കടുക് ഇടാനായിട്ടും, കടുക് പൊട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചേർക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കടുകും ഇട്ടു, ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ്. പിന്നെ കുറച്ച് വറ്റൽമുളകും, പിന്നെ കാന്താരിയും പച്ചമുളകും. കാന്താരി ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ട് ഇട്ടു. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ അത് ചേർത്തു. പിന്നെ കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റി. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഞെരടി വെച്ച ഈ ചേമ്പിൻ തണ്ട് കൂട്ടില്ലേ, അത് ഇതിലേക്ക് കൂടി ചേർക്കാം. ചേർത്തിട്ട് പതുക്കെ എല്ലാം ഇളക്കി കൊടുക്കാം. ഈ ചുമന്ന മുളക് നമ്മൾ കടുകിൻ്റെ കൂടെ ഇട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് നല്ല ഒരു മണം, നല്ല ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് അത് ചേർക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൽ ഒട്ടും വെള്ളാംശം ഇല്ല. ഞാൻ കഴുകിയിട്ട് അത് തൊലി കളഞ്ഞിട്ട് പിന്നെ കഴുകിയിട്ടില്ല. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നല്ലോണം വെള്ളാംശം ഉണ്ടാവും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ട് പിന്നെ ആദ്യം കഴുകിയിട്ടില്ല, അതുകൊണ്ട് വെള്ളം തീരെ ഇല്ല. ഞാൻ കുറച്ച് ഒരു 2 സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം. അടച്ച് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ അടച്ച് വെച്ചത് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം വറ്റി വരണം, അപ്പോഴാണ് നല്ലത്. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളതും. പിന്നെ ഉപ്പെല്ലാം പാകത്തിൽ ഉണ്ടാകുന്ന നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ചില ചേമ്പിൽ കുറച്ച് ചൊറിച്ചലുണ്ടാവും. അങ്ങനത്തെ ചേമ്പ് നമുക്ക് കറിയോ ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ നമ്മൾ സവാളയെല്ലാം അത് ചെറിയ ഉള്ളിയെല്ലാം വഴറ്റി ഈ ചേമ്പ് ഞെരടി വെച്ചതും ഇടുന്ന സമയത്ത് കുറച്ച് വാഴമ്പുളി കലക്കിയത് 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ കുറച്ച് ഒഴിച്ചാൽ മതിയാവും. അതും ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി അടച്ച് വേവിക്കുക. അങ്ങനെ വെച്ചെങ്കിൽ ഒട്ടും ചൊറിച്ചലുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ലാസ്റ്റ് 2 വെളുത്തുള്ളിൻ്റെ കഷ്ണം തൊലിയോട് കൂടി ഇടിച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷേ അതും ഒരു ടേസ്റ്റാണ്. നമുക്ക് ഒരു തോരൻ തന്നെ ഒരേ രീതിയിൽ വെച്ചെങ്കിൽ മടുപ്പ് വരും. അതുകൊണ്ട് കുറേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തെങ്കിലും നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള തോരനാണ്. അതും നല്ല ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകം അതും കൂടി ചേർത്തിട്ടുണ്ട് കടുകിൻ്റെ കൂടെ. അപ്പം നല്ല ഒരു സ്വാദാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്